സിംഗം സൂര്യ അല്ല, സിംഗം അജയ് ദേവ് കണ്ട ഒരു പടം OTT റിലീസ് ചെയ്യുന്നത്. ആസാദ് ഇങ്ങേര് മാത്രമല്ല, ഇങ്ങേരുടെ നെഫ്യൂം കൂടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത എത്ര എളുപ്പത്തിലല്ല ഈ നെപ്പോ കിഡ്സിനൊക്കെ ഒരു പടം കിട്ടുന്നത്. ബാക്കിയുള്ള ഓരോരുത്തന്മാര് ഓഡീഷൻ തേർഡീഷൻ എന്നൊക്കെ പറഞ്ഞ് കെട്ടിക്കാത്ത് നിന്നാൽ പോലും സിനിമ കിട്ടില്ല. ഇവർക്ക് ഈ ഡയറി മിൽക്ക് ഒക്കെ മേടിക്കുന്ന ലാഘവത്തിലാണ് ഒരു പടം കിട്ടുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഈ സ്റ്റാർ കിഡ്സിന് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ശരി, പണിക്ക് പോണ്ട, യു ആർ ബോൺ റിച്ച്, വീട്ടിലിരിയുടെ ഉണ്ട് കൊടുത്ത് ഇരി, എന്തിനാ നാട്ടുകാർ ഉയരെടുക്കാൻ വേണ്ടി ഓരോ പടങ്ങൾ ഇറക്കി വിടുന്നതാണ്. നദാ നിയാൻ എന്നുള്ള കാട്ടപരാധത്തിന് ശേഷം സിംഗം അജയ് ദേവ്ഗൺ ഇറക്കിയ പടമാണ് ആസാദ്. നല്ലോണം വെറുപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇങ്ങേര് ഒന്ന് ചിരിക്കുവോ അറിയാൻ ചോദിക്കും. ഇങ്ങനെ ഇക്കിളിട്ടിട്ട് ഒരുത്തം ചിരിപ്പിക്കാം, അവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇടാന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ആരെങ്കിലും ഒളിച്ചോടിപ്പോയ ഇങ്ങേർക്ക് ഒരേ എക്സ്പ്രഷൻ, ഇങ്ങനെ ആരെങ്കിലും തട്ടിപ്പോയ ഒരേ എക്സ്പ്രഷൻ, ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ ഒരേ എക്സ്പ്രഷൻ, റൊമാൻസ് ആണെങ്കിൽ ഒരേ എക്സ്പ്രഷൻ. എന്തോന്നട്ടെ ഇത്? മഹേഷ് ബാബുവിനൊക്കെ നമ്മൾ കുറെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, കുരിശിക്കേറ്റുണ്ട്, എക്സ്പ്രഷൻ ഇല്ലാണ്ട്. ഇങ്ങനെ അവന്റെ അപ്പനായിട്ട് വേണമെങ്കിൽ വരും പറയാം. ഇതില് ആളുടെ നെഫ്യൂ ആ ചെറുക്കനാണ് വെച്ച പേക്കൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാരി വെറുപ്പിക്കലാണ് ആ ചെക്കൻ വെറുപ്പിച്ചിരിക്കുന്നത്. എടെ വയ്യെങ്കിൽ വീട്ടിലിരി, ആൾക്കാരെ എന്തിനെ കൊല്ലുന്നത്? ബോളിവുഡ് ഈസ് ചേഞ്ചിങ്. ഇതാണ് നമ്മുടെ ചേച്ചി ജാതിക ചേച്ചിയൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഫുൾ നെപ്പോട്ടിസും തേങ്ങയും മാങ്ങിയൊക്കെ എനിക്കും കാണാനുള്ളൂ. സോ ഈ സിനിമയിൽ എന്താ വെച്ചാൽ നമ്മുടെ ഡാക്കു മഹാരാജിന്റെ ഒരു സ്കൂപ്പ് എടുക്കുക, മിക്സിയിലിടുക. ചിയാൻ വിക്രത്തിന്റെ തങ്കലാന്റെ സ്കൂപ്പ് ഇടുക, മിക്സിയിലിടുക. അതേപോലെ തന്നെ കായംകുളം കൊച്ചിനിയുടെ ഒരു സ്കൂപ്പ് എടുക്കുക, മിക്സിയിലിടുക, അടിക്കുക, റെഡി, ആസാദ്. നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പടമാണെന്നേ പറയുള്ളൂ. ഇതിൽ നന്നായി പെർഫോം ചെയ്തത് ഒരു കുതിരയാണ്. ആ കുതിര ഇട്ട എഫേർട്ടിന്റെ 1% പോലും അജയ് ദേവ്ഗണും ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ ആ പയ്യനും ഇട്ടിട്ടില്ല. ഇവന്മാരുടെ പോർഷനൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ കുതിരയെ മാത്രം കാണിച്ചു വെച്ച് നല്ല രസം ഉണ്ടാവും. 2.5 മണിക്കൂറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ 1920 ആ ഒരു കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് ഭരണവും കുതിരപ്രാന്തന്മാരുടെ കാര്യമൊക്കെ കാണിക്കുന്നത് വൻ വെറുപ്പിക്കലാണ്. ഒരു നിർഗുണ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലൈഫ് ഈ ഒരു ഇമോഷണൽ സീൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു തേങ്ങയും കിട്ടാത്ത ഒരു പടം. ആദ്യം എമർജൻസി കാണാനാണ് പോയത്. നമ്മുടെ കങ്കണ റണാവത്ത് ഇന്ദിരാഗാന്ധി ആയിട്ടുള്ള പടം 5 മിനിറ്റ് കണ്ടപ്പോഴേക്കും മതിയായി. അപ്പോഴാണ് ഇങ്ങനത്തെ റൊമാൻസ് ജോണറിലുള്ള ഒരു പടം കണ്ടത്. അപ്പൊ അത് പോയി കണ്ടതാണ്. കാണേണ്ടിയിരുന്നില്ല തോന്നി. പിന്നെ ആ സമയത്തായിരുന്നു നമ്മുടെ എംപുരാന്റെ ട്രെയിലർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടപ്പോ ഒരു മനസമാധാനം പറയുന്ന സാധനം ഉണ്ടായി. ഇല്ലെങ്കിൽ ജീവിതം വേണി വെറുത്തു പോയേനെ. സോ അങ്ങനെ എനിക്കൊന്ന് മാർച്ച് 14-ാം തീയതി ഇറങ്ങി ഒരുവിധം എല്ലാ പടവും കണ്ടു തീർത്തു. ഇനി ഉണ്ട് ലൈല വണ്ടി വിശ്വക്സേനന്റെ ഒരു പടമുണ്ട്, ഒരുമ്പട്ടവൻ, അങ്ങനെ കുറെ സിനിമയൊക്കെ ഉണ്ട്. ഒരു 6 to 8 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് സിനിമ ഇരുന്ന് കാണുന്നത്. ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ സ്ട്രെസ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ കാണുന്ന ചിലർ നിനക്ക് സിനിമ കാണല് മാത്രമല്ലേ പണിയുള്ളൂ എന്നൊക്കെ. നല്ല എളുപ്പമാണ്, കണ്ടു നോക്കുക, അപ്പൊ അറിയും. സോ ഇന്നലെ രാത്രി നമ്മുടെ ഡ്രാഗൺ സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിലാവിക്ക് ഏമേൽ എന്റെ കോപം നമ്മുടെ ധനുഷ് ഡയറക്ട് ചെയ്ത സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ ആസാദ് സിനിമ വന്നിട്ട് നെറ്റ്ഫ്ലിക്സ്